നമസ്കാരം. 10ലേറെ വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ കേരളം നേരിടാൻ പോകുന്ന ദുരന്തങ്ങളുടെ ഒരു പരമ്പര, അതിനെക്കുറിച്ച് ഒരു മഹാൻ ഇപ്രകാരം പറയുകയുണ്ടായി. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ഇതിൻ്റെ മേൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്ന വൻ ദുരന്തങ്ങളാണ്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിന് അനവധി വർഷങ്ങളൊന്നും വേണ്ട, യുഗങ്ങളൊന്നും വേണ്ട. 4-5 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും. അന്ന് ഞാനും നിങ്ങളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാകും. ആരാണ് കള്ളം പറയുന്നത്, ആരാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞത് ഗാഡ്ഗിൽ, ഡോക്ടർ ഗാഡ്ഗിൽ. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കണം, ക്വാറികൾ, ഖനനങ്ങൾ അത് നിയന്ത്രിക്കണം, പരിസ്ഥിതി അനുകൂല നിലപാടുകൾ ഉണ്ടാകണം എന്നാണ് മാധവ് ഗാഡ്ഗിൽ അന്ന് വിലപിച്ചുകൊണ്ട് പറഞ്ഞത്. പക്ഷേ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന LDFും അന്നത്തെ ഭരണപക്ഷമായിരുന്ന UDFും ഈ റിപ്പോർട്ടിനെ ഒന്നിച്ചെതിർക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തിക്തഫലമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ കേരളം, നമ്മളിപ്പോഴും പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. സത്യത്തിൽ അങ്ങനെയാണോ? ഏതർത്ഥത്തിൽ എടുത്തു നോക്കുമ്പോഴും ഇന്ന് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ദുരിതങ്ങൾ. ഒന്നിലോ കൊടും ചൂട്, അത്യുഷ്ണം, പുറത്തു വരാൻ കഴിയില്ല. കേരളീയർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ചൂട്. പാലക്കാട് 42 ഡിഗ്രി സെന്റിഗ്രേഡ്. ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് നെൽപ്പാടം ക്രോസ് ചെയ്ത്, ഇവിടെ തണ്ണിയില്ല, ഇവിടെ വെള്ളമില്ല, അവിടെ വെള്ളമുണ്ടാവുമെന്ന് കരുതി ക്രോസ് ചെയ്ത് പോകുന്ന പറവകൾ കത്തിക്കരിഞ്ഞു വീഴുന്ന അവസ്ഥ, വെന്തു പോകുന്ന അവസ്ഥ, പശുക്കളടക്കം, മാടുകളടക്കം, ഇത് നമ്മൾ കണ്ടതാണ്. ഇനി മഴ വന്നു കഴിഞ്ഞാൽ പ്രളയം ഉറപ്പ്. എവിടെയെങ്കിലും ഇതുപോലുള്ള ദാരുണമായിട്ടുള്ള ദുരന്തങ്ങൾ അതും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് 2018 മുതൽക്ക്. ഇതിന് ദൈവകോപം എന്ന് വിളിക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ സംരക്ഷണം, കേരളത്തിൻ്റെ മാത്രമല്ല, കർണാടകത്തിൻ്റെയും ഗോവയുടെയും മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിൻ്റെ വരെ സംരക്ഷണം, അവിടുത്തെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് പശ്ചിമഘട്ടമാണ്. ആ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും വിപുലമായിട്ടുള്ള ഭാഗം നിൽക്കുന്നത് കേരളത്തിലാണ്. ആ പശ്ചിമഘട്ടത്തെ ഇന്നൊരു ചത്തുപോയ മനുഷ്യൻ്റെ എല്ലും കൂടം പോലെ അങ്ങനെയാക്കി മാറ്റിയിരിക്കുകയാണ്. തുരന്ന് നശിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മാധവ് ഗാഡ്ഗിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഇനിയും പശ്ചിമഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാന്തലും ചൊറിയലും നടത്തിക്കഴിഞ്ഞാൽ കേരളം വലുതായിട്ടുള്ള ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഉമ്മൻചാണ്ടിയും ക്രൈസ്തവ സമൂഹത്തിലെ പള്ളിക്കാരും പട്ടക്കാരും അതിനെ സമരം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്. വെറുതെ നാട്ടുകാരെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപഹസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു ബ്യൂറോക്രാറ്റാണ്. ഒരു ഋഷി തുല്യനായിട്ടൊരാളാണ്. ശാന്തനാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ
പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആ രീതിയിൽ അദ്ദേഹം ദാർശനികനുമാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തെ 3 പീസ് 5 പീസ് സൂട്ട് ധരിച്ച് കണ്ടിട്ടില്ല. മെല്ലിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു പ്രവാചകന്റെ വാക്കുകളുടെ ഗാംഭീര്യത്തോടുകൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കേരളത്തിലുള്ള ഒരു വംശം, ഒരു കൂട്ടം ആളുകൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും ഛേദമില്ലാത്തൊരു പ്രവൃത്തി എന്ന് വേണി കരുതാം. പക്ഷെ ഇന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്, എല്ലാവർക്കും ഛേദം വരുന്ന അവസ്ഥയാണുള്ളത്. കേരളത്തിലെ മൊത്തം ആളുകൾക്ക് മഴക്കാലം വരുമ്പോൾ പ്രത്യേകിച്ചും, വേനൽക്കാലം വരുമ്പോൾ വെള്ളമില്ല, അത്യുഷ്ണം. വർഷക്കാലം വന്നു കഴിഞ്ഞാൽ അതിവൃഷ്ടി, എല്ലായിടത്തും പ്രളയം. അന്ന് പ്രകൃതിയെ വേട്ടയാടുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ബോധപൂർവ്വം നമ്മൾ അവഗണിച്ചു. സമരങ്ങൾ നടത്തി, അദ്ദേഹത്തെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി സമരങ്ങൾ നടത്തി. ആരോ ഒരു വംശക്കാർ, പള്ളിക്കാർ, പട്ടക്കാരെന്ന് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. പശ്ചിമഘട്ടം മുഴുവൻ അവർ തീരെഴുതിയെടുത്തിരിക്കുകയാണ്. തോന്നിയ സ്ഥലത്ത് കൊണ്ട് അവർ മരണക്കുരിശ് നാട്ടുന്നു, അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലം വെട്ടിപ്പിടിക്കുന്നു, അത് നീട്ടി വലിച്ച് പട്ടയം എഴുതി പട്ടയ ഉത്സവം നടത്തുന്നു. നമ്മൾ കണ്ടതാണ് പട്ടയ ഉത്സവങ്ങൾ, പട്ടയ ഉത്സവം. അതിനെതിരെയാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. നമ്മൾ ഇടുക്കി, വയനാട് മേഖലകളിൽ പോകുന്ന സമയത്ത് ഒരു 25 വർഷം മുമ്പ് അവിടെ എത്രത്തോളം കപ്പേളകൾ, എത്രത്തോളം പള്ളികളുണ്ടെന്ന് കണക്കെടുക്കുക, പറയാൻ കഴിയും. അവർ പശ്ചിമഘട്ടത്തെ വേട്ടയാടിയതിൻ്റെ കണക്കുകൾ. ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടെയെല്ലാം കുരിശുകളാണ്. റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഞാൻ നേരിട്ട് പോയതാണ്, ധൻബാദ് റാഞ്ചി. അവിടെ ഒരു കാലഘട്ടത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറയുന്ന പോലെ, ചങ്ങമ്പുഴ പറഞ്ഞ പോലെ, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കാണാം മരണക്കുരിശുകൾ. ആകാശമാർഗ്ഗെ പോകുമ്പോൾ പിന്നീട് ഒരിക്കൽ ഞാൻ അറിഞ്ഞതാണ്, അവരുടെ പള്ളിയുടെ മേൽഭാഗം അവരുടെ ടെറസ് വാർത്തിട്ടിട്ടുള്ളത് മേലെ കൂടെ പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മേൽഭാഗം അവർ വാർത്തിട്ടിട്ടുള്ളതെന്ന്. ആ വാർത്തയോട് കേട്ട സമയത്ത് എനിക്ക് അതിശയം തോന്നി. വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു യുദ്ധമോ എന്തെങ്കിലും കലാപ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് രക്ഷ കിട്ടാൻ, യുദ്ധം വരുമ്പോൾ രക്ഷ കിട്ടാൻ പള്ളിയുടെ മേൽഭാഗം അവർ വാർത്തിട്ടിട്ടുള്ളത് ഇപ്രകാരമാണ്. ശത്രുക്കളാകട്ടെ മിത്രങ്ങളാകട്ടെ, കലാപം വരുമ്പോൾ, മിത്രങ്ങൾ സഹായിക്കാൻ വരുമ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്, അവിടെയാണ് ആദ്യം സഹായം വേണ്ടത്. ശത്രുക്കളാണെങ്കിൽ ഇവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ നിങ്ങൾ ആക്രമിക്കരുത്. അത്രത്തോളം ആസൂത്രണമാണ് അവർ നടത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഏതായാലും റാഞ്ചിയിരുന്ന് കുരിശുകളൊന്നുമില്ല. എല്ലാ കുരിശുകളും അതെടുത്ത് മാറ്റി, വെട്ടിമാറ്റി, ഒരു ബൊമ്മക്കൊട്ടിയില്ല, എല്ലാം തകർത്തു സംഘപരിവാറുകാർ. അതേ കുരിശുകളാണ് ഇപ്പോൾ ഇവിടെ. എവിടേക്ക് മലകളുണ്ടോ ആ മലകളൊക്കെ വെട്ടി ഒതുക്കി ക്രോപ്പ് ചെയ്ത് അതിൻ്റെ മേലെ കുരിശും നാട്ടി. യേശുക്രിസ്തു തിരിച്ചു വന്നു കഴിഞ്ഞാൽ, തിരിച്ചു വരാതിരിക്കാൻ, മേലെ നിന്ന് വരുമ്പോൾ താഴെ നോക്കും, എവിടെ നോക്കിയാലും കുരിശ്, എവിടെയും വന്ന് ഇറങ്ങാം. കുരിശ് കണ്ടാൽ ചെകുത്താന് പേടിയാണ്, കുരിശ് കണ്ടാൽ യേശുക്രിസ്തുവിനും പേടിയാണ്. അതുമേലെ കയറ്റിയിട്ടാണല്ലോ ആണിയടിച്ചത്. ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഭരണാധികാരികളെ മുഴുവൻ പേടിപ്പിക്കാനും പീഡിപ്പിക്കാനും അവർ കണ്ടെത്തിയ മാർഗമാണ് കുരിശ് നാട്ടൽ. കുരിശ് നാട്ടുക, ചുറ്റും വീതി വർദ്ധിപ്പിച്ച് ആ ഒരു ഏരിയ ഒരു ടൗൺഷിപ്പാക്കി മാറ്റുക. ഒരു പള്ളിയും അവരുടെ ഒരു ആശുപത്രിയും ഒരു സ്കൂളും ഒരു കോളേജും, ഇതെല്ലാം ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഡിസിമിനേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് അവർ പശ്ചിമഘട്ടത്തെ എല്ലും തോലുമാക്കി മാറ്റി. 2018 മുതൽക്ക്, അതിന് മുൻപേ 2018 വളരെ രൂക്ഷമായിട്ട്, വളരെ പ്രകടമായിട്ട് നമ്മൾ അനുഭവിച്ചു അതിൻ്റെ ദുരിതം. അതിനുശേഷം എല്ലാ വർഷവും പെട്ടിമുടിയിൽ, കവളപ്പാറയിൽ, ആലപ്പുഴയിൽ എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ഈ ദുരന്തം അനുഭവിക്കുകയാണ്. ഏറ്റവും
അവസാനം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ സംഭവിച്ചത് ഭയാനകമായിട്ടുള്ള ലോകം മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. ലോകം മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രയും ഭയാനകമായിട്ടുള്ള ദുരന്തം. നമ്മൾ ചന്ദ്രനിലേക്ക് പോകാൻ നിൽക്കുന്നു. ചൊവ്വയിൽ പോയിട്ട് എന്തോ സാധനം കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ എത്തിച്ചേരാൻ കേരളത്തിൽ എല്ലായിടത്തും സിറ്റികളാണെന്ന് പറയാറുണ്ട്. കേരളത്തിൽ ഗ്രാമങ്ങളില്ലെന്ന്. ആ കേരളത്തിൽ ഒരു ഗ്രാമത്തിൽ അപകടം സംഭവിച്ചപ്പോൾ അവിടെ എത്തിച്ചേരാൻ ദിവസങ്ങളാണ് പിടിച്ചത്. അപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? എന്നിട്ടും അത് തീർന്നിട്ടില്ല. ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാലിയാർ പുഴയിലൂടെ ഒഴുകി 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 വന്ന ചിത്രങ്ങൾ കാണുന്ന സമയത്ത്, കൊച്ചു കുട്ടികളുടെ അതൊക്കെ കാണുന്ന സമയത്ത് ആഹാരം പോലും ഇറങ്ങുന്നില്ല. ഏതായാലും നമ്മളിതുകൊണ്ടൊന്നൊരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് വരുന്നത്. ദുരന്തം വരുന്നു, അവിടെ സമ്മാനം പ്രഖ്യാപിക്കുന്നു. ദുരന്തത്തിന് സമ്മാനമാണ്. തമിഴ്നാട്ടിൽ മദ്യപിച്ച് മരിച്ച ആളുകൾക്ക് പൈസ കൊടുത്ത സമയത്ത് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായി. കോടതി വരെ എതിർത്തു. അങ്ങനെയാണെങ്കിൽ അവസാനം ആർക്കും നിരാശ വരുമ്പോൾ വിഷമദ്യം കഴിക്കുക, മരിക്കുക, 10 ലക്ഷം രൂപ റെഡി മണി കണ്ടീഷൻ. ഏതായാലും ഇവർക്ക് എന്തെങ്കിലും വലിച്ചിട്ട് കൊടുക്കുക. 2, 3, 4, 5, 8 ദിവസം കഴിയുമ്പോൾ പത്രങ്ങളും ചാനലുകളും എല്ലാവരും മറക്കും. അത് അവിടെ കഴിഞ്ഞു. ആ ദുരന്തം അവിടെ മണ്ണും അവിടെ കറുത്ത ശീലയിട്ട് മൂടിക്കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഓർക്കുന്ന അടുത്ത ദുരന്തം വരുമ്പോഴാണ് ആശങ്ക വേണ്ട, ജാഗ്രത മതി. ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നുള്ളൊരു ആപ്തവാക്യം അവിടെ സ്ഥാപിക്കുകയും ചെയ്യും. നമ്മുടെ മണ്ണും ഭൂമിയും ജലം കുമിഞ്ഞൊഴുകുന്ന സ്രോതസ്സുകൾ, സോഴ്സുകൾ, അത് വികസനത്തിൻ്റെ പേരിൽ വികസനം എന്താണ്? കോളേജ് ഉണ്ടാക്കുക, പള്ളി ഉണ്ടാക്കുക. ആര്? പള്ളിക്കാരും പട്ടക്കാരും. റിസോർട്ടുകൾ ഉണ്ടാക്കുക. ഇന്ന് ഇടുക്കിയിലും വയനാട്ടിലും പോയി കഴിഞ്ഞാൽ എല്ലാ റിസർവ് വനങ്ങളുടെ ഉള്ളിലും റിസോർട്ടുകൾ ആരാണ് അനുമതി കൊടുത്തത്? കർണാടകത്തിലെ കാടുകളിൽ അവിടുത്തെ നിയമം ഇതാണ്. കാടുകളിൽ സിവിലിയൻസിനെ കണ്ടു കഴിഞ്ഞാൽ കാടുകളിൽ കയറാൻ അവകാശമുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരല്ലാതെ ആരെ കണ്ടാലും വെടിവെക്കാൻ ഉത്തരവ്. പക്ഷെ ഇവിടെ കാടുകൾക്കുള്ളിൽ 100 കണക്കിന് റിസോർട്ടുകളാണ്. സ്വാഭാവികമായിട്ട് അവിടെ ആൾക്കാർ പോകും, അവിടേക്ക് വാഹനങ്ങൾ പോകും. പിന്നെ വാഹനം പോകുന്ന റോഡായി മാറും. അവിടെ പിന്നെ ചാപ്പലുകൾ വരും, പിന്നീട് പള്ളികൾ വരും. ഇത് ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റി നമ്മളുടെ പശ്ചിമഘട്ടത്തെ എല്ലും തോലുമാക്കി മാറ്റി. ആ പശ്ചിമഘട്ടത്തിൻ്റെ നിശബ്ദമായിട്ടുള്ള മറുപടിയാണ്, പ്രതികാരമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളെ തുരന്ന് ഈ തുരപ്പന്മാർ, പള്ളിത്തുരപ്പന്മാർ, പൊട്ടത്തുരപ്പന്മാർ അതിനെല്ലും കൂടെ മാത്രമാക്കി മാറ്റി പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, അങ്ങനൊരു ചിന്ത ഇവിടെ ഭരിക്കുന്നവരുടെ തലയിൽ ഓടിയിട്ടില്ല. ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. അന്ന് ഭരണപക്ഷക്കാർ, അതുപോലെ ക്രിസംഗി സമൂഹം എല്ലാവരും കൂടിയിട്ടാണ് വലിയ രൂപത്തിൽ പ്രക്ഷോഭം നടത്തിയത്. ഗാഡ്ഗിലിനെ ഓടിക്കണം, അതിനുശേഷം വന്ന കസ്തൂരിരംഗനെ ഓടിക്കണം, എന്നിട്ട് കേരളത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന്. ഗാഡ്ഗിൽ അന്ന് സങ്കടത്തോടുകൂടി പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വാചകം അടിക്കാൻ നമുക്ക് വേണ്ടത്ര ആൾക്കാരുണ്ട് ഇവിടെ. ഇങ്ങനെയൊരു ഭൂമി ഇനി നമുക്ക് കാണാൻ കിട്ടുമ്പോൾ എന്തോ ഒരു പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി പാടുന്ന പാട്ട്, അതിപ്പോൾ കേൾക്കാനില്ല. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പല രൂപത്തിലും കാടെവിടെ മക്കളെ, അങ്ങനത്തെ ഒരു പാട്ട്. ഒരു മരം വെട്ടിയിട്ട് അതിൻ്റെ കുറ്റിയിന്മേൽ കൂട് വെച്ചിട്ടുള്ളൊരു പക്ഷിയുടെ ഫോട്ടോ. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഭരണകർത്താക്കളും മതനേതാക്കളും എന്നുവേണ്ട സകലമാന ജനങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഉദ്ഘാടനം നടത്തുമ്പോൾ അവരൊരു ചെടി വയ്ക്കുകയോടെ ഇപ്പം ആ ചെമ്പ് കോഴി ഒരു ചെടി വെച്ച ചരിത്രം കണ്ടല്ലോ.
ഒരു ചെടി വെക്കും, വെള്ളം ഒഴിക്കും, അതൊക്കെ ഒഴിക്കും, എല്ലാവരും അതിന് ചുറ്റും നിന്ന് ജയ് വിളിക്കും, കുറേ വിളിക്കും, ഫോട്ടോ എടുക്കും, പത്രത്തിലിടും, TV-യിലിടും. അത് കഴിഞ്ഞു, അതോടി കഴിഞ്ഞു. ചെടികളെ സ്നേഹിക്കുന്നില്ല, മരങ്ങളെ സ്നേഹിക്കുന്നില്ല. അതിന് മനസ്സിലൊരു മന്ദഹാസം വേണം, എന്നാലാണ് പ്രകൃതി മന്ദഹസിക്കുള്ളൂ, മന്ദമാരുതനുണ്ടാകുള്ളൂ, മഴയുണ്ടാകുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സൊക്കെ മരവിച്ചു പോയി. മരം കണ്ടാൽ വെട്ടുക, അതാണ് പ്രധാന പരിപാടി. മരം വെട്ടുക. സെലക്ട് ചെയ്തിട്ടുള്ള മരങ്ങൾ വെട്ടാമെന്നൊരു കൽപ്പന വന്നു. സെലക്ട് ചെയ്ത മരങ്ങൾ ആരാ സെലക്ട് ചെയ്യുന്നത്? ഈ പോകുന്ന ആളുകൾ. വെട്ടടാ വെട്ട്. അല്ല, അത് വെട്ടാൻ പാടില്ല, അതൊക്കെ നമുക്ക് വെട്ടാം. ഇന്നലെ കിണ്ടി അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് കഴിഞ്ഞാൽ കാട് മുഴുവൻ വെട്ടാം. ആ കാട് മുഴുവൻ സെലക്ട് ചെയ്തിരിക്കുന്നു. ആരാ ചോദിക്കാൻ? മതനേതാക്കൾ മുന്നിലിറങ്ങി, പള്ളിക്കാർ മുന്നിലിറങ്ങി. അതിലൊരു സന്യാസി വര്യൻ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതിലൊരു ഉസ്താദ് ഉണ്ടായിരുന്നില്ല. മതനേതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾ വരെ ഉള്ളിൽ പുറത്തേക്ക് ഇറക്കി. അതിൽ ഒരാൾ മാത്രമാണ് PT തോമസ് മാത്രമാണ് അരുത്, ചെയ്യരുത്, ഇത് അവരവരെ തന്നെ സ്വന്തം കാല് വിട്ട് ചോര കുടിക്കുന്നൊരവസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ സമയത്ത് PT തോമസിനോട് പറഞ്ഞു, ആരാടാ നീ എവിടെ നിന്നാ വന്നത് എന്ന രീതിയിൽ. അദ്ദേഹത്തിൻ്റെ PT തോമസ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ MLA. ഞാൻ ഈ PT എന്നുള്ള ഇനീഷ്യലി ചിലപ്പോൾ അങ്ങോട്ട് PT തെറ്റിപ്പോകണം ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ശവമെടുത്ത്, അദ്ദേഹത്തിൻ്റെ ശവമല്ല, അദ്ദേഹത്തിൻ്റെ രൂപമുണ്ടാക്കിയിട്ട് മഞ്ചലിലേറ്റി അവിടെ കൊണ്ടു നടന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് ദൂഷ്യങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹം ഈ ലോകത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ പറഞ്ഞത്, ഈ ഭൂമിയിൽ ഒരു ജന്മം കൂടി തരൂ എന്ന പാട്ട് വയ്ക്കണമെന്ന്. അദ്ദേഹത്തെയും ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു പള്ളിക്കാരും പട്ടക്കാരും കൂടിയിട്ട്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇരിക്കുന്ന സമയത്താണ്, 2ാം UPA മന്ത്രിസഭയുടെ കാലത്താണ് പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് കമ്മിറ്റി തീരുമാനിച്ചത്. പിണറായിയുടെ കാലത്തിലൊന്നുമല്ല. ഒരപ്പാളി പറയുന്നുണ്ട്, പിണറായിയുടെ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. പിണറായി ഭരിക്കാൻ തുടങ്ങിയോടുകൂടി ഇവിടെ മറ്റേ ദുരന്തങ്ങളുടെ പരമ്പരയായി എന്ന്. ഈ ദുരന്തങ്ങളുടെ പരമ്പര, അതിന് കാരണമൊരുക്കിയത് ആരാണെന്ന് കൂടി ചിന്തിക്കണം. 2010 മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശ്, ഇപ്പോൾ പ്രതിപക്ഷത്താണ്, അദ്ദേഹമാണ് മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള 14 അംഗ വിദഗ്ധ സമിതിയെ ഇതിന് നിയോഗിച്ചത്. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം, അതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കോർ പ്രോഗ്രാം. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം പറഞ്ഞാൽ കേരളത്തിന്റെ സംരക്ഷണം. പശ്ചിമഘട്ടത്തിൻ്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും പാരിസ്ഥിതിക തകർച്ചകൾ, അതിൻ്റെ വിശദാംശങ്ങളാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലുള്ളത്. തെക്ക് കന്യാകുമാരി തുടങ്ങിയിട്ട് വടക്ക് തപ്തി തീരം വരെ, ഗുജറാത്തിൻ്റെ അങ്ങേയറ്റം വരെ നീണ്ടു കിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം. അതില്ലെങ്കിൽ വലിയൊരു കൂട്ടം ആളുകൾ നാശത്തെ അഭിമുഖീകരിക്കും. ഇതിൽ തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. തമിഴ്നാട്, കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, കേരളം, ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുകയാണ്. ഏകദേശം 25 കോടി ജനങ്ങൾ ഈ പശ്ചിമഘട്ടത്തെ ആധാരമാക്കിയിട്ട് ജീവന പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലം കേരളമാണ്. ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്, ജൈവ വൈവിധ്യ കലവറയാണ് ഈ പശ്ചിമഘട്ടം. 2018-ലും 19-ലും 21-ലും ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രളയങ്ങൾ, വലിയ പ്രളയങ്ങൾ, ചെറിയ പ്രളയങ്ങൾ അതിൻ്റെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. അത് ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതിൻ്റെ ശിക്ഷയായിരുന്നു. മാധവ് ഗാഡ്ഗിൽ 10 വർഷം മുൻപേ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് സൂചന നൽകിയതാണ്. പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൽ കടുത്ത ദുരന്തങ്ങൾ, അതിൻ്റെ പരമ്പര തന്നെ ഉണ്ടാകുമെന്ന്. എന്നാൽ സർക്കാരുകളുടെ ജീവനാഡിയായിട്ടുള്ള അതിനകത്തെ ഭരണാധികാരികൾക്ക്, ഭരണവും ഭരണാധികാരികളും
അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഈ പശ്ചിമഘട്ടം തകർക്കുന്നവരുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞ പട്ടയ മഹോത്സവം, തൃശ്ശൂർ പൂരം, ഓണമഹോത്സവം, ക്രിസ്മസ് മഹോത്സവം, റംസാൻ എന്ന് പറയുന്ന പോലെ മറ്റൊരു പരിപാടിയായിരുന്നു പട്ടയ മഹോത്സവം. പട്ടയ മഹോത്സവം തേവരുടെ ആന, കണ്ടോന്റെ ഭൂമി, കണ്ടോന്റെ മരം, പിടിയടാ പിടി, വലിയടാ വലി എന്ന അർത്ഥത്തിൽ ഇവിടെയുള്ള പള്ളിക്കാരും പട്ടക്കാരും അവർ ശങ്കിടികളായിട്ടുള്ള അതിനുവേണ്ടി ഒരു പട്ടയ കോൺഗ്രസ് തന്നെ ഉണ്ടായി. പേര് കേരള കോൺഗ്രസ്, പട്ടയ കോൺഗ്രസ്. പട്ടയം കൊടുക്കലായിരുന്നു പ്രധാന പരിപാടി. അതിൻ്റെ ഒപ്പം നിന്ന് ഉമ്മൻ പോലുള്ള ആളുകൾ. പക്ഷെ അതിൻ്റെ കോൺസിക്വൻസ്, പരിണിത ഫലം ഉണ്ടാകുന്നത് ഇപ്പോഴൊക്കെയാണ്. 18 അതിനുശേഷം ഓരോ വർഷത്തിലും പെട്ടിമുടിയിൽ, കവളപ്പാറയിൽ, അതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗാഡ്ഗിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനി നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്ന വൻ ദുരന്തങ്ങളുടെ പരമ്പരയാണ്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു യുഗം കഴിഞ്ഞിട്ടൊന്നുമല്ല ഉണ്ടാകുക. 4-5 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും. അന്ന് ഞാനുണ്ടാവും ഇവിടെ, നിങ്ങളും ഉണ്ടാവും ഇവിടെ. എന്നെ അപഹസിച്ചവർ, ഇവൻ കള്ളനാണ്, കള്ളം പറയുന്നവനാണെന്ന് അപഹസിച്ചവർ, അവർ മനസ്സിലാക്കും ആരാണ് കള്ളം പറഞ്ഞതെന്ന്. ഇവിടെ കേരളം മുഴുവൻ കുട്ടിച്ചോറാകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് ഈ ഗാഡ്ഗിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞതിലുള്ള അർത്ഥമില്ലായ്മ, അർത്ഥശൂന്യത, അത് പറഞ്ഞവരും മനസ്സിലാക്കും, കേരളത്തിലെ ജനതയും മനസ്സിലാക്കും. അതാണ് ഇവിടെ കണ്ടുവരുന്നത്. ഏതായാലും പശ്ചിമഘട്ടത്തെ കണ്ട ഒരു കൂട്ടം ആളുകൾ, എൻ്റെ സുഹൃത്തുക്കൾ, ഇസ്രായേലിൽ നിന്ന് വന്ന 2 ഫാമിലികൾ, ഒരു ഭാര്യയും ഭർത്താവും മറ്റൊരു ഭാര്യയും ഭർത്താവും, അവർ എടമലക്കുടി, പെട്ടിമുടി കയറി എടമലക്കുടി പോയി. എടമലക്കുടിയിൽ നിന്ന് അവർ ആനക്കയോ ആനച്ചാലോ ആ വഴിക്കാണ് അവർ, ആനച്ചാലല്ല ആനക്കുളോ മറ്റോണ്, അതുവഴിക്ക് അവർ അടിമാലിലേക്ക് കയറിപ്പോയി. ഞാനും അവരൊപ്പം ഉണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞത് ഇത് മാത്രം മതിയല്ലോ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ അങ്ങോളം ഹിമാലയത്തോളം ഉയർത്താനെന്ന്. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? അവിടെ എല്ലായിടത്തെയും കുരിശ് സ്ഥാപിച്ച് ടൗൺഷിപ്പുകൾ ഉണ്ടാക്കി, അവിടെ എല്ലാം റിസോർട്ടുകളും 5 സ്റ്റാർ ഹോട്ടലുകളും ഉണ്ടാക്കി, നീന്തൽക്കുളങ്ങളും ഉണ്ടാക്കി, ആവാസ വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കി. അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ കാട്ടുമൃഗങ്ങൾ, ആനകളും പുലികളും കടുവകളും. അവർക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, അവിടെ ടൗൺഷിപ്പ്. ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇവിടെ ടൗൺഷിപ്പ്. പുറകോട്ട് പോകാൻ പറ്റില്ല, അവിടെ 10 റിസോർട്ട്. മുന്നോട്ട് വരാൻ പറ്റില്ല, കേരളത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള ആവാസ വ്യവസ്ഥയുള്ള സ്ഥലം. അവരെവിടേക്ക് പോകും? നമ്മൾ അവരുടെ ഭൂമിയാണ് എൻക്രോച്ച് ചെയ്തത്, അവർ നമ്മളുടെ ഭൂമിയല്ല എൻക്രോച്ച് ചെയ്തത്. അത് മറ്റൊരു പ്രശ്നം. ഏതായാലും ഇനിയും കേരളത്തെ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കാം, പക്ഷെ അർത്ഥമില്ലാത്തൊരു വിളിയാണത്. നമ്മളുടെ കേരളം ഇനി ഗോഡ്സ് ഓൺ കൺട്രി അല്ല, പിന്നെയോ